ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുമോളുടെ കയ്യിലിരിക്കുന്ന ഫോണല്ല അകത്തിരുന്ന് റിങ് ചെയ്യുന്നത് മീനാക്ഷിക്ക് മനസ്സിലാവാണ്. എന്നാലും മീനാക്ഷി ഫോണിൻ്റെ റിങ് കേൾക്കുമ്പോൾ നീ റിങ് ടൂൺ മാറ്റിയൊന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അനുമോൾ അതേന്ന് പറയാണ്. അപ്പോൾ അകത്തിരുന്ന് ഫോൺ അടിക്കുന്നത് നിൻ്റെതാണല്ലോ അല്ലേ? അതെ, എൻ്റെ ഫോണാ. അങ്ങനെയെങ്കിൽ പിന്നെ നിൻ്റെ കയ്യിലിരിക്കുന്നത് ആരുടെ ഫോണാടി എന്നിങ്ങനെ മീനാക്ഷി എടുത്ത് ചോദിക്കുമ്പോഴാണ് സ്വന്തം ഫോണ് കയ്യിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ തന്നെ അനുമോൾ ആകെ പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ മീനാക്ഷിക്ക് നല്ല സംശയമായിട്ടോ. രണ്ടാമതൊന്നും ചോദിക്കാണ്ട് മീനാക്ഷി നേരെ മുറിയിലേക്ക് ചെന്ന് കയറാണ്. അയ്യോ, അകത്ത് കയറിക്കഴിഞ്ഞാൽ അലോകിനെ കാണുമല്ലോ. ഇവിടെ പേടിച്ച് വിറച്ചാണ് സുകന്യ നിൽക്കുന്നത്. അതുപോലെ ആകെ വെപ്രാളമായി നമ്മുടെ അനുമോൾക്ക്. ഇത് കാണുമ്പോൾ നമ്മുടെ ഗോമതിക്കും ഒരു വല്ലാത്ത ടെൻഷൻ. എന്തിനാടി നീ ഇങ്ങനെ പേടിക്കണേ? എന്താ? അപ്പോൾ നിൻ്റെ ഫോൺ അല്ലേ അത് എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും ചോദിക്കട്ടോ. അതുപോലെ തന്നെ ദേവിയും ചോദിക്കുന്നുണ്ട്, അനുമോളെ ഫോണല്ലേ അത്, പിന്നെ ആരുടെ ഫോണാ എന്ന് എല്ലാവരുടെയും കൂടെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അനുമോൾ ആകെ പെട്ടുപോയി. അങ്ങനെ മീനാക്ഷി രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് അലോക് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അലോക് പെട്ടെന്ന് തന്നെ ആ ഫോണ് ബെഡിലാണല്ലോ റിങ് കേട്ടത്. ബെഡിൽ നിന്ന് എടുക്കാൻ നോക്കുക. അപ്പോൾ അവിടെ ഒരു പുതപ്പ് കിടപ്പുണ്ടായിരുന്നു. ഈ പുതപ്പിൻ്റെ ഇടയിൽ എവിടെയെങ്ങാണ്ട് ആ ഫോണ്, നാശം പിടിക്കാൻ ഇതിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വെപ്രാളം പിടിച്ച് പുതപ്പൊക്കെ വലിച്ച് വാരിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഫോൺ എടുക്കാൻ വേണ്ടി നോക്കാട്ടോ. ഫോൺ കയ്യിൽ എടുക്കണതും നമ്മുടെ മീനാക്ഷി കയറി വരികയാണ്. പെട്ടെന്ന് തന്നെ ഫോൺ അവിടെ ഇട്ടിട്ട് അലോക് അലമാരയുടെ സൈഡിലേക്ക് പെട്ടെന്ന് ഒളിച്ച് നിൽക്കുകയാണ്. എന്നെ തന്നെ കാണണ്ടെന്ന് വെച്ചിട്ട് കയ്യിലിരുന്ന ഒരു കർച്ചീഫ് എടുത്ത് മുഖം മൂടുവാണ് മൊത്തത്തിൽ. ഇപ്പം പെട്ടെന്ന് ആരെങ്കിലും കണ്ടാലും കള്ളനാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് വെച്ചിട്ട് മീനാക്ഷി ആണെങ്കിൽ അവിടെ എല്ലാം കയറി നോക്കുകയാണ് കേട്ടോ. കട്ടിലിൻ്റെ സൈഡിലും അവിടെയും ഇവിടെയൊക്കെ. എന്തായാലും കട്ടിലിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ഫോൺ കിടക്കുന്നുണ്ട്. ഈ ഫോണ് കയ്യിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ റിങ് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നോക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്ന കോള് അച്ഛൻ എന്നാണ്. അതായത് അച്യുതനാണല്ലോ മോനെ വിളിച്ചത്. അപ്പോൾ അച്യുതനെ അച്ഛൻ എന്നാണ് അതിലടിച്ചിട്ടിരുന്നത്. അച്ഛനോ? ഇതാരുടെ ഫോണാ? ഇതാരായി അച്ഛൻ? അങ്ങനെ റിങ് അങ്ങ് നിൽക്കുവാണ്. റിങ് നിൽക്കുന്ന കഴിയുമ്പോഴത്തേക്കും ഡിസ്പ്ലേയിലിട്ടിരിക്കുന്ന ഫോട്ടോ തെളിഞ്ഞ് വരുമല്ലോ. ഫോട്ടോ വന്നിരിക്കുന്നത് അലോകിൻ്റെയാണ്. അപ്പോൾ തന്നെ മീനാക്ഷി ആകെ പേടിച്ച് വിറയ്ക്കാട്ടോ. അയ്യോ, അലോകിൻ്റെയോ? ഈ അലോകിൻ്റെ ഫോൺ എങ്ങനെ അനുമോളുടെ മുറിയിൽ വന്നതോ എന്നും പറഞ്ഞ് മീനാക്ഷി ആകെ ടെൻഷനാവുക. അപ്പോൾ അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, ഇതിനകത്ത് കാണോ എന്നും പറഞ്ഞ് മീനാക്ഷി അവിടെ എല്ലാം നോക്കാട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ആ സൈഡിലൊക്കെ പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ അലമാരയുടെ സൈഡിൽ മാത്രം നോക്കണില്ല കേട്ടോ. അവിടെ ഒളിച്ചിങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് അലോക്. അത് കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞ് പോയാലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് വെറുതെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അലമാര ഫ്രണ്ടിലിരിക്കുന്ന ഗ്ലാസ്സിൽ കൂടെ അലമാരയുടെ സൈഡിൽ നിൽക്കുന്ന അലോകിനെ കാണാൻ കേട്ടോ. മുഖമൊക്കെ മുടി വെച്ചിട്ട്. അയ്യോ, അത് കാണുമ്പോൾ തന്നെ ഇവിടെ വെപ്രാളം പിടിച്ച് നമ്മുടെ മീനാക്ഷി ടെൻഷനാവാണ്. അമ്മേന്നൊരു വിളി അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അമ്മേ, ഓടി വന്നേ ഓടി വന്നേന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന നമ്മുടെ പെട്ടെന്ന് തന്നെ അലോക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മീനാക്ഷിയുടെ വായ അങ്ങോട്ട് പൊത്തി പിടിച്ചിട്ട് വലിച്ചിങ്ങോട്ട് മറച്ചിടുക. മീനാക്ഷി അതൊക്കെ കുതറിയിട്ട് അമ്മേ ഓടി വാ എന്ന് വിളിക്കാൻ കേട്ടോ. പക്ഷേ അലോകല്ലേ ആള്, ഇത്രയും അവൻ്റെ കൈക്കരുത്തല്ലേ നമ്മുടെ മീനാക്ഷിനെ വലിച്ചെടുത്ത് ആ തറയിലേക്ക് തള്ളിയിടുവാണ് കേട്ടോ. എന്നിട്ട് ഇറങ്ങി ഓടാൻ വേണ്ടി പോണതും ദേവിയും അനുമോളും അതുപോലെ സുകന്യയും ഗോമതിയും കൂടെ പറയുന്നുണ്ട്. അയ്യോ, അതിനകത്ത് എന്താ ഒരു ബഹളം, നമ്മുടെ മീനാക്ഷിയുടെ സൗണ്ടിൽ കേൾക്കണം, എന്താ പറ്റിയെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ ഓടി അകത്ത് കയറുമ്പോൾ മീനാക്ഷി ഒരു സൈഡിൽ പോയി കള്ളനെ പോലെ ഒരുത്തനെ ഇറങ്ങി ഓടുന്നു. ആരാടാ നീ, ആരാന്ന് ചോദിച്ചുകൊണ്ട് ദേവി അങ്ങോട്ട് ചെല്ലാൻ കേട്ടോ. ഗോമതി എന്താ ചെയ്യണേ ഈ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ മീനാക്ഷി പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അപ്പം മീനാക്ഷി പറയാം, അവനെ വിടല്ലമ്മേ, അവനെ വിടല്ലേ, പിടിച്ചോ എന്ന് പറയണ്ട. അപ്പോൾ തന്നെ ദേവി എന്താ ചെയ്യുക, നമ്മളെ അലോകിനെ ഒരു വിധത്തിൽ വിടുന്നില്ല, പിടിക്കുന്നുണ്ട്. ഓടരുത്, നിൽക്കടാ, ആരാടാ നീ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ കുറച്ച് നേരമൊക്കെ അലോക് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നാൽ അനുമോളും സുകന്യയും കൂടെ മാറി നിന്ന് അയ്യോ ഒന്നും ചെയ്യല്ലേ എന്ന് പറയണതല്ലാതെ ദേവീനെ ഒന്നും ചെയ്യണില്ല. ഇതിനിടയ്ക്ക് ദേവിയുടെ തള്ളി മാറ്റിയിട്ട് ദേവിയുടെ വയറ്റിലേക്ക് നമ്മുടെ അലോക് ഒരൊറ്റ ചവിട്ടങ്ങ് വെച്ചു കൊടുക്കാട്ടോ. നില പിളിച്ചും കൊണ്ട് ദേവി അവിടെ മറിഞ്ഞ് വീണ് ബോധവും പോയി. അതുപോലെ തന്നെ വയറ്റിലല്ലേ ചവിട്ട് കിട്ടിയത്. മൊത്തം ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട് ദേവി അവിടെ മറിഞ്ഞ് വീണിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഗോമതി മീനാക്ഷിനെ അവിടെ ഇട്ടിട്ട് ഓടി വന്ന് അലോകിനെ പിടിച്ച് വലിക്കാണ്. എന്തിനാടാ നീ വന്നത്, ആരാടാ, സത്യം പറയാനാ ആരാ, നീ എന്താടാ ചെയ്തത് എന്നും പറഞ്ഞ് ആ മുഖത്ത് ഇരിക്കുന്ന ആ മുഖംമൂടി വലിച്ചിങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്കിനും അലോകാണ് കേട്ടോ. ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ ആകെ തകർന്ന് പെട്ടുപോയി സുകന്യയും നമ്മുടെ അനുമോളും കൂടെ. അപ്പോൾ ദേവിക്ക് ഇത് സംഭവിച്ചതൊന്നും ഇവരാരും അറിയണില്ല. അലോകിനെ കണ്ട ഷോക്കിലായിപ്പോയി. എടാ നീ എന്തിനാണ് ഇതിനകത്ത് കയറി വന്നത് എന്നും പറഞ്ഞും കൊണ്ട് അലോകിൻ്റെ ഷർട്ടിൽ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് സുകന്യയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നുവാണ്. കാരണം ഇപ്പം ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ സുകന്യ പിടിക്കപ്പെടും. സുകന്യ അറിയാതെ എന്തായാലും ഇവൻ ഇതിനകത്ത് കയറില്ലല്ലോ. പെട്ടെന്ന് തന്നെ
പ്ലാൻ മാറ്റി പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സുകന്യ ഓടി ചെന്നിട്ട്, എടാ നീ എന്തിനാണ് ഇതിനകത്ത് കയറിയത്, പറയടാ, ഗോമതി ചേച്ചിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നീ കയറിയതല്ലേ, അങ്ങനെ അങ്ങ് പറഞ്ഞു കേട്ടോ. കാരണം അനുമോളെ കാണാൻ വേണ്ടി എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആകെ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഗോമതിയെ പറഞ്ഞത്. കാരണം അന്നും ഒരു തവണ ഗോമതിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ഇവൻ നടന്നത്. എടാ നീ ആര് പറഞ്ഞിട്ട് ഇതിനകത്ത് കയറാനായിട്ട്, നീ ഇനി ചെയ്യൂടാ അങ്ങനെ, എന്തിനാടാ ചേച്ചി കൊല്ലാൻ ശ്രമിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അലോകിനെ ഒരടി കൊടുക്കുവാണ്. ഈ സമയത്ത് അലോക് എന്താ ചെയ്യുകയാണെന്ന്, ഇത് തന്നെ നല്ല കാര്യം, ഞാൻ അപ്പച്ചി കൊല്ലാൻ വന്നെന്ന് തന്നെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മാറടി അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് സുകന്യയ്ക്ക് ഒരൊറ്റ അടിയും കൊടുത്ത് കട്ടിലേക്ക് തള്ളിയിടുന്നുണ്ട് കേട്ടോ. സുകന്യയ്ക്കും ഒരടി കിട്ടുന്നുണ്ട്. കാരണം സുകന്യ 2 അടി അലോകനും കൊടുക്കുകയാണ് വലിയ ഗമയിൽ. എന്തിനാടാ നീ ഇതിനകത്ത് കയറിയെന്നും പറഞ്ഞുകൊണ്ട് ആ അടി കൊണ്ടിട്ടാണ് സുകന്യയ്ക്ക് തിരിച്ചൊരു അടി കൊടുത്ത് തള്ളിയിടുന്നുണ്ട്. എന്നിട്ട് ഗോമതീൻ്റെ കഴുത്തിന് അങ്ങോട്ട് കയറി കുത്തിപ്പിടിക്കുകയാണ്, കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മുടെ അനുമോൾ അവിടെ കിടന്ന് ഉച്ചത്തിൽ വിളിക്കുക, അയ്യോ അലോകെ വിട, അലോകെ എൻ്റെ അമ്മ ചെയ്യരുത്. പക്ഷേ അലോക് കിട്ടിയ അവസരം മുതലാക്കുകയാണ് കേട്ടോ. ഗോമതിയുടെ കഴുത്ത് ഇറുക്കി പിടിച്ച് ഞെക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ്. അനുമോൾ എത്ര പിടിച്ചിട്ടും അവൻ വിടുന്നേയില്ല. ഗോമതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി തുടങ്ങി. അങ്ങനെയായി, അത്രയ്ക്കും അങ്ങോട്ട് ഇറുക്കാണ്. അവസാനം എന്തൊക്കെ ചെയ്തിട്ട് ഇവൻ പിടിവിടുന്നില്ല, ഗോമതിയെ കൊല്ലും എന്നുള്ള ആ സ്റ്റേജ് എത്തുമ്പോൾ മീനാക്ഷി പതിയെ അവിടുന്ന് താഴെ വീണ് കിടക്കല്ലേ മീനാക്ഷി. എണീക്കണം. എണീച്ചിട്ട് ഒരു വലിയൊരു വടി എടുത്തുകൊണ്ട് വരാം കേട്ടോ. ആ വടി എടുത്തിട്ട്, കമ്പി വടിയാണ്, അതെടുത്ത് അലോകിൻ്റെ തലക്കിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ്. അങ്ങനെ അലോക് അതും കൊണ്ടുകൊണ്ട് താഴെ മറിഞ്ഞ് വീഴാട്ടോ, ബോധമറ്റ്. ഇതും കണ്ടും കൊണ്ട് നമ്മുടെ മറ്റുള്ളവരെല്ലാവരും കൂടെ അങ്ങ് ആകെ ഷോക്കായിപ്പോയി. ഈശ്വര, അങ്ങനെ അലോക് അടി കൊണ്ട് താഴെ വീണു, ഒരു ബോധമില്ലാണ്ട്. അതെല്ലാം കഴിഞ്ഞ് ദേവിയെ നോക്കുമ്പോഴാണ് ദേവി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവർ ആദ്യം അലോകിനെ ചെന്ന് വിളിക്കുന്നുണ്ട്, അലോകെന്ന്. കാരണം അലോക് ബോധമില്ലാണ്ട് കിടക്കാണല്ലോ. കുറേ വിളിച്ചിട്ടും അലോക് എണീക്കണേ ഇല്ല. മീനാക്ഷിയും പോയി വിളിക്കുന്നുണ്ട്, വെള്ളമൊക്കെ തളിക്കണം. അലോക് അനങ്ങണില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതിക്ക് പെട്ടെന്ന് കാലിലൊരു നനവ് വരുമോ. അങ്ങനെ നിൽക്കുമ്പോൾ നോക്കുമ്പോൾ എന്തേ താഴെയെല്ലാം ബ്ലഡ് അതിങ്ങനെ ഒഴുകി വരുവാണ്. നമ്മുടെ ദേവി വയറ്റിൽ ചവിട്ടം കൊണ്ട് മറിഞ്ഞു കിടക്കില്ലേ, കംപ്ലീറ്റ് ബ്ലഡും പ്രശ്നങ്ങളായിട്ട് ദേവിയും ബോധമില്ലാണ്ട് കിടക്കുക. അങ്ങനെ ഓടി വന്ന് ദേവിയും മോളെ എണീക്കടിയെന്ന് ഒത്തിരി വിളിക്കുന്നുണ്ട്. ഇത് കണ്ടും കൊണ്ട് മീനാക്ഷി ഓടി വരുന്നുണ്ട്. അയ്യോ, അപ്പോൾ ഏട്ടത്തിക്ക് എന്താ സംഭവിച്ചത്? അങ്ങനെ എല്ലാവരും കൂടി ആ വീട്ടിൽ ആകെ സംഘർഷഭരിതമായി പോയിട്ട്, ഒരാൾ അലോക് ഇപ്പുറത്ത് ബോധമില്ലാണ്ട് കിടക്കുന്നു, ഇങ്ങനത്തെ ബ്ലഡിൽ കുളിച്ച് നമ്മുടെ ദേവി ബോധമില്ലാണ്ട് കിടക്കുന്നുണ്ട്. ദേവിയെ കുറേ വിളിച്ചിട്ടും ദേവി അനങ്ങണില്ല. 2 പേർക്കും അനക്കമില്ല. എങ്ങനെയെങ്കിലും ദേവിയെ ആശുപത്രിയിൽ എത്തിക്കണമല്ലോ എന്നും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതി പറയാം, അച്ഛനെ ഫോൺ ചെയ്ത് വിളിക്കുക, അച്ഛൻ വരട്ടെ, നമുക്ക് പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ആശുപത്രി കൊണ്ടുപോകണം എന്നിങ്ങനെ അനുമോളോട് പറയാം. അനുമോളാണെങ്കിൽ ടെൻഷനിൽ നിൽക്കുന്നതല്ലാതെ ഒരടി അനങ്ങുന്നില്ല. കാരണം അച്ഛൻ വന്നു കഴിഞ്ഞാൽ ആ ലോകം ഇതിനകത്ത് എന്തിന് കയറി, എങ്ങനെ കയറി, ആര് പറഞ്ഞിട്ട് എന്നുള്ള ചോദ്യങ്ങൾ വരുമെന്നുള്ളതുകൊണ്ട് അനങ്ങണില്ല കേട്ടോ. അവസാനം ഗോമതിക്ക് ദേഷ്യം മതിയാണ്. ഗോമതി പറയും, എന്താടി നീ കല്ല് പോലെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, എന്നോട് അച്ഛനെ വിളിക്കാനല്ലടി പറഞ്ഞത്, വിളിയടി. അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷി ഒന്ന് തിരിഞ്ഞ് സൂക്ഷിച്ച് നമ്മുടെ ആ സുകന്യ ഒന്ന് നോക്കുക കേട്ടോ. മീനാക്ഷിക്ക് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. സുകന്യയാണ് ഇതിൻ്റെ ആധാരമാണെന്നും സുകന്യയാണ് ഇതെല്ലാം ചെയ്തതെന്ന്. ഇനിയും ഇതിനകത്ത് വെച്ച് പിടിക്കും. അപ്പോൾ പെട്ടെന്ന് എന്നെ പറയണം, അമ്മേ അച്ഛനെ എന്തായാലും വിളിക്കണ്ട, നമുക്ക് തന്നെ ആശുപത്രിയിൽ എത്തി, ഞാൻ ഏട്ടത്തിയെ കൊണ്ടുപോയിക്കോളാം, ഏട്ടത്തിക്ക് ഒന്നും വരില്ല മോളെ, അത് പറ്റില്ല, അച്ഛനെ വിളിച്ചേ പറ്റുള്ളൂ. അമ്മേ ഒരു കാര്യമുണ്ട്, അച്ഛൻ വന്നു കഴിഞ്ഞാലേ ഇവനെ കാണും. ഇവൻ എന്തിനാണ്, അതും അനുമോളുടെ മുറിയിൽ നിന്നാണ് ഇവനെ കണ്ടെടുക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ചോദ്യങ്ങൾ അറിയാമല്ലോ, അച്ഛനാകെ പ്രശ്നം ഉണ്ടാക്കും ഇവിടെ. അതുകൊണ്ട് നമുക്ക് അച്ഛൻ അറിയണതിന് മുന്നേ തന്നെ ഇവനെ ഇവിടുന്ന് മാറ്റണം. അതിനു മുന്നേ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാം, ഇവനെ ഏട്ടത്തിയെ കൊണ്ടുപോയി ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം. അമ്മ ഇവനെ ബോധം ഉണർത്തി ഇവനെ എങ്ങനെയെങ്കിലും ഈ മുറിക്കകത്തുനിന്ന് പറഞ്ഞു വിടാൻ നോക്കമ്മേ എന്നും പറയട്ടോ. അപ്പോൾ നമ്മുടെ സുകന്യയും എല്ലാം ടെൻഷനിലാട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നം പുലിവാലാവുമല്ലോ. ഇതിനിടയ്ക്ക് കൃഷ്ണമംഗലത്തുള്ളവരാണെങ്കിൽ എന്താ ഇത്രയും സമയമായിട്ടും ഫോൺ വിളിച്ചിട്ട് പോലും ഈ അലോക് എന്തേ ഫോൺ എടുക്കാത്തെന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീയും അച്യുതനും അവിടെ അമ്മയും എല്ലാവരും ടെൻഷനായി. ഒരു അത്യാവശ്യ കാര്യത്തിന് ഫയലും കൊണ്ട് പോവേണ്ടതാണ് മന്ത്രിയുടെ അടുത്തോ എന്തോ ലൈസൻസിൻ്റെ കാര്യത്തിന്. ഈ അലോക് എന്നാലും ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ടെൻഷൻ. എന്നാലും ഒരു വാക്ക് പറയാണ്ട് ഇവൻ എവിടെ പോയി എന്നും പറഞ്ഞ് ഇവരെല്ലാവരും ടെൻഷനിലാട്ടോ. അങ്ങനെ അച്യുതൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോവാം, അവൻ വരുമ്പോൾ വരട്ടെ. ഇല്ല അച്യുതേട്ടാ, കുറച്ച് സമയം കൂടെ നോക്കാം, എനിക്ക് എന്തോ ഒരു പന്തി കേട് തോന്നുന്നുണ്ട് എന്ന് രാജശ്രീ പറയാട്ടോ. അവസാനം അച്യുതനും രാജശ്രീയും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്തായാലും അവൻ വരുമ്പോൾ വരട്ടെ, ഞാൻ പോവാണ്, അവനോട് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്യുതൻ പുറത്തേക്ക് ഇറങ്ങുക. ഈ സമയത്ത്
നമ്മുടെ ദേവീനെയും കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു കാറിലേക്ക് കയറ്റുന്നുണ്ട്. അപ്പോൾ കാറിൽ കയറി നിന്നിട്ട് ദേവി മൊത്തം രക്തത്തിലാണല്ലോ. മീനാക്ഷിയാണ് കൂടെ പോകുന്നത്. മോളെ, എൻ്റെ കുഞ്ഞിനും മോക്കും ഒന്നും സംഭവിക്കില്ല, എത്രയും വേഗം നിങ്ങൾ ആശുപത്രിയിൽ എത്തിക്കണം, രക്ഷപ്പെടുത്തണം. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട അമ്മേ, ഞാൻ പൊക്കോളാം. പക്ഷെ അവനെ നിങ്ങൾ ഉണർത്തി എത്രയും വേഗം ഇവിടുന്ന് പറഞ്ഞു വിട്, അല്ലെങ്കിൽ പ്രശ്നമാവുമെന്നും പറഞ്ഞിട്ട് ദേവിയെയും കൊണ്ട് മീനാക്ഷി ആശുപത്രിയിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ പെട്ടെന്ന് സുകന്യയും അനുമോളും കൂടെ തിരിച്ച് റൂമിലേക്ക് ഓടുക കേട്ടോ. അലോകിൻ്റെ കാര്യം എന്തായെന്ന് അറിയണ്ടേ. അപ്പോഴും ഗോമതിയും പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഓടാൻ മുറിക്കകത്ത് പോകാൻ നോക്കുമ്പോഴാണ് അപ്പുറത്ത് മുറ്റത്ത് നിൽക്കാനുണ്ട് നമ്മുടെ അച്യുതനും രാജശ്രീയും. ദൈവമേ, ആകെ പെട്ടുപോയല്ലോ ഈശ്വര, ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ അവരെ കണ്ടിട്ട്. എന്നിട്ട് ഗോമതി കയറി പോവുക. അപ്പോഴാണ് ഇവർ തമ്മിൽ പറയുക, അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്തേ കാറൊക്കെ വന്ന് നിൽക്കുന്ന, എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ. എന്തായാലും ഗോമതി നമ്മളെ കണ്ടിട്ട് ഒന്നും ഞെട്ടിയില്ലേ രാജശ്രീ എന്ന് അച്യുതൻ ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല അച്യുതേട്ടാ, അച്യുതേട്ടന് തോന്നിയതാ. ഇല്ല, അവളെ ഞങ്ങളെ കണ്ട് ഒന്ന് പതറിയിട്ടുണ്ട്, എന്താ കാര്യമൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഇവളകത്തേക്ക് കയറി ചെന്നിട്ട് സുകന്യ ചെന്ന് തട്ടി ഉണർത്തുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, വെള്ളം കോരി ഒഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അനങ്ങണ പോലും ഇല്ല കേട്ടോ നമ്മുടെ അലോക്. അവസാനം നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്ക്. പക്ഷേ അനങ്ങണ്ടേ, അലോക് എണീക്കണില്ല. അവസാനം ആ സത്യം അവർ തിരിച്ചറിയുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സുകന്യ പറയാണ്, അവൻ അനങ്ങുന്നില്ല ഗോമതി ചേച്ചി, അവന് ജീവനില്ല, അവൻ മരിച്ചു പോയി. അലോക് മരിച്ചെന്നോ? നീ എന്താ പറഞ്ഞത് സുകന്യെ? ഒന്നുകൂടെ പറ. അല്ല ചേച്ചി, അവന് ജീവനില്ല, അവന് ശ്വാസമേ ഇല്ല, നോക്കിക്കേ അനങ്ങണില്ല, എത്ര വിളിച്ചിട്ടും കണ്ടില്ലേ. അതോടുകൂടി ഗോമതി ആകെ തകർന്ന് മരവിച്ച് പോയിട്ടോ. ഒരു മരണോ തന്നെ, അത് മീനാക്ഷിയുടെ കൈ കൊണ്ട് അടിച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ, അതും അലോക് സഹോദരൻ്റെ മകൻ. ഇനി ആകെ എന്തൊക്കെ പുലിവാലുകളാണ് ഈ കുടുംബത്തിൽ സംഭവിക്കുന്നത്. അവർക്ക് തരിച്ച് നിൽക്കേണ്ട. എന്നിട്ട് വീണ്ടും ഗോമതിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങോട്ട് ചെന്ന് അലോകിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും കുലിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അലോക് അനങ്ങണില്ലാട്ടോ. അലോക് മരിച്ചതുപോലെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ അനുമോള് ഇതൊക്കെ കണ്ടിട്ട് ആകെ തളർന്ന് അനുമോള് അങ്ങനെ അവിടെ ഇരിപ്പായി. തൊട്ടപ്പുറത്ത് സുകന്യയും തലയിൽ കൈ കൊടുത്ത് അങ്ങ് ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാണ്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്